കർത്താവിൽ പ്രിയ സ്നേഹിതരെ, ഇന്ന് നമ്മൾ ഒരുമിച്ച് പെസഹ വ്യാഴാഴ്ചയായിട്ട് കൊണ്ടാടുകയാണല്ലോ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള ചിന്താവിഷയം വിശുദ്ധ കുർബാന സ്വയം മുറിച്ചു നൽകുന്ന സ്നേഹം എന്നുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്നതായിട്ടുള്ള വേദഭാഗം 1 കൊരിന്ത്യർ 11-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വേദഭാഗം ഞാൻ വായിക്കുന്നു. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാണ്, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞതിന് ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന് പറഞ്ഞു. ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ് വിശുദ്ധ കുർബാന. ഇത് കേവലം ഒരു ചടങ്ങല്ല, മറിച്ച് ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹം മനുഷ്യവർഗത്തിനായി സ്വയം ശൂന്യമാക്കപ്പെട്ടതിൻ്റെ കെനോസിസ് ഓർമ്മപ്പെടുത്തലാണ്. ഇതെൻ്റെ ശരീരം നിങ്ങൾക്കായി നൽകപ്പെടുന്നു എന്ന് യേശു പറയുമ്പോൾ അവിടെ വെളിപ്പെടുന്നത് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സ്വയം നൽകുന്ന സ്നേഹമാണ്. ഒന്നാമതായിട്ട് മുറിക്കപ്പെടാൻ സമ്മതിക്കുന്ന ആയിട്ടുള്ള സ്നേഹം. വിശുദ്ധ കുർബാനയിൽ അപ്പം മുറിക്കപ്പെടുന്നു. മുറിക്കപ്പെടാതെ ആർക്കും അത് പങ്കുവയ്ക്കാനാവില്ല. യേശു തൻ്റെ ജീവിതം പിതാവായ ദൈവത്തിൻ്റെ കൈകളിൽ ഒരപ്പമായി സമർപ്പിച്ചു. മറ്റുള്ളവരുടെ വിശപ്പടക്കാൻ, അവരുടെ പാവക്കറ കഴുകിക്കളയാൻ, താൻ മുറിക്കപ്പെടാനും തകർക്കപ്പെടാനും അവിടുന്ന് തയ്യാറായി. ക്രിസ്തുവിനെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സമയവും സ്നേഹവും അധ്വാനവും മുറിച്ചു നൽകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സ്വാർത്ഥതയുടെ ചങ്ങലകൾ പൊട്ടിച്ച് മറ്റൊരാൾക്ക് ഗുണകരമാകാൻ സ്വയം മുറിക്കപ്പെടുന്നത് സ്നേഹത്തിൻ്റെ അടയാളമാണ്. രണ്ടാമതായിട്ട് പകർന്നു നൽകുന്നതായിട്ടുള്ള ജീവൻ. ഇതെൻ്റെ രക്തം നിങ്ങൾക്കായി ചിന്തുന്നത്. രക്തം ജീവന്റെ അടയാളമാണ്. തൻ്റെ ജീവൻ മുഴുവനായി പകർന്നു നൽകിക്കൊണ്ട് യേശു നമ്മെ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് നയിച്ചു. ഒന്നും ബാക്കി വയ്ക്കാത്ത സ്നേഹമാണിത്. സ്നേഹം എപ്പോഴും കൊടുക്കുന്നതിലാണ്, പിടിച്ചു വെക്കുന്നതിലല്ല എന്ന് കുർബാന നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ സ്നേഹം വ്യവസ്ഥകളില്ലാത്തതാണോ? അൺകണ്ടീഷണൽ ലവ്. ക്രിസ്തു തൻ്റെ ജീവൻ നൽകിയത് നാം അർഹരായതുകൊണ്ടല്ല, മറിച്ച് അവിടുന്ന് സ്നേഹം ആയതുകൊണ്ടാണ്. ആ സ്നേഹം പകർത്താൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. മൂന്നാമതായിട്ട് ഐക്യത്തിൻ്റെ വിരുന്ന്, കമ്മ്യൂണിയൻ. വിശുദ്ധ കുർബാന നമ്മെ ദൈവത്തോടും സഹോദരങ്ങളോടും ഒന്നിപ്പിക്കുന്നു. ഒരേ അപ്പത്തിൽ നിന്ന് പങ്കുചേരുന്നവർ ഒരു ശരീരമായി മാറുന്നു. ഇവിടെ വിദ്വേഷത്തിനോ വിവേചനത്തിനോ സ്ഥാനമില്ല. സ്വയം നൽകുന്ന സ്നേഹം മറ്റുള്ളവരെ അംഗീകരിക്കാനും ആദരിക്കാനും നമ്മെ പഠിപ്പിക്കുന്നു. അൾത്താരയിലേക്ക് അടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സഹോദരനോട് വിദ്വേഷമുണ്ടെങ്കിൽ നമ്മുടെ കുർബാന പൂർണ്ണമാകില്ല. സ്വയം നൽകുന്ന സ്നേഹം ക്ഷമിക്കാനും വിട്ടുവീഴ്ച നൽകാനും നമ്മെ പ്രാപ്തരാക്കുന്നു. ഞാൻ തിയോളജിക്കൽ സെമിനാരിയിൽ പഠിക്കുന്ന നാട്ടിലെ കാലം 1976-79 വരെയുള്ള വർഷങ്ങൾ പഠനത്തിൻ്റെ ഭാഗമായി എൻ്റെ പ്രാക്ടിക്കൽ വർക്കിന് ഞാൻ തിരഞ്ഞെടുത്തത് കരിഗിരി ലെപ്രസി സെൻ്റർ ആയിരുന്നു. 6 മാസങ്ങൾ അവിടെ ചെലവിട്ടത് എൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. കുഷ്ഠരോഗികളോട് ഇടപഴകാനും അവരുടെ വേദനയിൽ പങ്കുചേരാനും കിട്ടിയ അവസരം എന്നെ തന്നെ ഉടച്ചുവെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ അവസാന ആഴ്ചയിൽ ഒരു വിശുദ്ധ സംസർഗ ശുശ്രൂഷയുണ്ടായിരുന്നു. അന്നത്തെ സെലിബ്രന്റ് അപ്പവും വീഞ്ഞും വാഴ്ത്തിയതിനു ശേഷം ആരാധനയിൽ പങ്കെടുത്ത ആളുകളോട് പറഞ്ഞു, "ദി ബ്രോക്കൺ ഗോഡ് ഫോർ ദ ബ്രോക്കൺ പീപ്പിൾ." മുറിയപ്പെട്ടവനായ ദൈവം മുറിയപ്പെട്ടവർക്ക് വേണ്ടി എന്ന്.
ആ വിശുദ്ധ സംസർഗം, ആ ശുശ്രൂഷ ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല. മുറിയപ്പെട്ടവരായ കുഷ്ഠരോഗികളോടുകൂടി ആ വിശുദ്ധ സംസർഗ ശുശ്രൂഷയിൽ ഞാനും പങ്കെടുത്തു. മുറിയപ്പെട്ടവരായ നമ്മളെ ഓരോരുത്തരെയും മുറിയപ്പെട്ടവനായ ദൈവം പെസഹ വിശുദ്ധ സംസർഗ ശുശ്രൂഷയിൽ കൂടെ തൻ്റെ ആഴമേറിയ സ്നേഹത്തിലേക്ക് വിളിക്കുന്നു. സ്നേഹം സ്വീകരിപ്പാനും മുറിയപ്പെട്ടവർക്ക് വേണ്ടി പകർന്നു കൊടുക്കാനും നമുക്ക് ഒരുങ്ങാം. അതിനുവേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് പള്ളിയുടെ പടിയിറങ്ങുമ്പോൾ നാം ഓരോരുത്തരും നടക്കുന്ന കുർബാനകളായി, ലിവിങ് യൂക്കറിസ് ആയിട്ട് മാറണം. ലോകത്തിൻ്റെ വിശപ്പടക്കാൻ മുറിക്കപ്പെടുന്ന അപ്പമായി, ലോകത്തിൻ്റെ വേദനകളിൽ ആശ്വാസമേകാൻ പകർന്നു നൽകുന്ന വീഞ്ഞായി നമ്മുടെ ജീവിതം മാറട്ടെ. അതിനുവേണ്ടി കർത്താവ് നമ്മളെ ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമായ കർത്താവേ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ കുർബാനയിൽ കൂടെ നിങ്ങളുടെ സ്നേഹം കൂടുതൽ മനസ്സിലാക്കുവാനായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി ആ സ്നേഹം പകർന്നു കൊടുക്കുവാനായിട്ടും ഞങ്ങളെ ആഹ്വാനം ചെയ്തിരിക്കുന്നതിനായിട്ട് നന്ദി ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ഹൃദയപ്രകാരം മുമ്പോട്ട് പോകുവാനും അങ്ങയുടെ സ്നേഹം ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിനയമായി അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.